മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഈ മുദ്രാവാക്യം ഏത് ചരിത്ര ദശാസന്ധിയിലാണ് രൂപപ്പെട്ടത് എന്ന് ഓർമ്മയില്ല. എങ്കിലും അത്തരം ഒരു രൂപപ്പെടലിന് കൃത്യമായ ചരിത്ര പശ്ചാത്തലമുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവ രൂപപ്പെട്ടത്. ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് നരകിച്ച് ജീവിച്ച കർഷക തൊഴിലാളികളെ ശാക്തീകരിച്ചുകൊണ്ട്, അവർക്ക് മെച്ചപ്പെട്ട വേതനം ലഭ്യമാക്കിക്കൊണ്ട്, അതിനുവേണ്ടി അവകാശ പോരാട്ടങ്ങളിലൂടെ അവരെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നത്. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഫ്യൂഡലിസത്തിൻ്റെ വലിയ സംരക്ഷക വേഷം അണിഞ്ഞ ഒരു രാഷ്ട്രീയ രൂപകമാണ് മതം എന്നുള്ളത്. മതം എക്കാലത്തും ചൂഷകരുടെ ഒരു ചൂഷണ ഉപാധി തന്നെയായിരുന്നു. കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ ജനകീയ മന്ത്രിസഭ ആ പുരോഗമന കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകാരാൽ നയിക്കപ്പെട്ട മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടയാക്കുന്ന വിമോചന സമരത്തിൻ്റെ ഉള്ളടക്കം തന്നെ മത സാമുദായിക ഭ്രാന്തായിരുന്നു. ഇത്തരം ഭ്രാന്തുകളെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന മുദ്രാവാക്യം രൂപപ്പെട്ടത്. അതായത് മതത്തെ പൊതുജീവിതത്തിൽ നിന്ന് തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ജനകീയ അജണ്ടകളെ, ജനപക്ഷ അജണ്ടകളെ മുന്നോട്ട് വെച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രയാണം ആരംഭിക്കുന്നത്. ഈ പ്രയാണത്തിൻ്റെ പരിണിതിയാണ് കേരള മോഡൽ വികസനം എന്നുള്ളത്. അതിനായി നാം ചെയ്തതെന്താണ്? നാം സാർവത്രിക വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. എല്ലാവർക്കും ഭൂമിക്ക് വേണ്ടി നമ്മൾ നിയമം കൊണ്ടുവന്നു. വ്യാപകമായി നമ്മൾ ആതുരാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരം അടിസ്ഥാന സേവനങ്ങൾ, ഓരോ പൗരനും ലഭിക്കേണ്ട അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ഭരണ ഇടപെടലുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യത്തോട് ഒരു കാലത്തും യോജിക്കുന്ന ഒരു വിഭാഗമായിരുന്നില്ല മതസംഘടന എന്നുള്ളത്. അവർ ഈ ഗവൺമെൻറ്റിനെതിരെ എല്ലാ തലത്തിലും അവർ പോരാടിക്കൊണ്ടിരുന്നു. അതിൽ മിക്ക പോരാട്ടവും പ്രച്ഛന്ന പോരാട്ടങ്ങളായിരുന്നു, നേരിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നില്ല. എന്നാൽ പല സന്ദർഭങ്ങളിലും നേരിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് അല്ലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിട്ട് യുദ്ധം ചെയ്യാൻ ഇത്തരം മതസംഘടനകൾ അല്ലെ മതരൂപങ്ങൾ തയ്യാറായി. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള മുദ്രാവാക്യങ്ങളെക്കാൾ അവർ ഊന്നിയിരുന്നത് മതപരമായ മുദ്രാവാക്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ത്യ എന്നുള്ള മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് ആദ്യം തന്നെ മതത്തെ നമ്മുടെ ഭരണവ്യവസ്ഥയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉദാത്ത ബോധത്തിൻ്റെ ഏറ്റവും പ്രയോഗം നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ മതേതര ഭരണകൂടം മാത്രമല്ല, പുരോഗമന സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റുകാരാൽ നയിക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടം നിലവിൽ വന്നു. അല്ലെങ്കിൽ സമതാബോധത്താൽ നയിച്ച, സാമൂഹ്യ നീതിയാൽ നയിച്ച, കമ്മ്യൂണിസ്റ്റുകാരാൽ നയിക്കപ്പെട്ട ഒരു ഭരണകൂടം കേരളത്തിൽ നിലവിൽ. അവിടെ താല്പര്യങ്ങളെക്കാൾ ഉപരി മനുഷ്യനെയാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഫോക്കസ് ചെയ്തത്. അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവൻ്റെ ജീവിത ഗുണത വർദ്ധിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകൾ ഫോക്കസ് ചെയ്തത്. അതിന് പിന്നീട് ഫലമുണ്ടായത് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അതാണ് നമ്മുടെ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ പ്രേരിതമായ സാമൂഹ്യ നീതി സിദ്ധാന്തങ്ങളുടെ സമതാബോധത്തിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മതപരമായ ഭരണം അല്ലെങ്കിൽ സാമുദായ കക്ഷികൾക്ക് പ്രാമുഖ്യമുള്ള ഭരണം നിലവിൽ വന്നിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മതമാണ് 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 പ്രശ്നം എന്ന് പാടി നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോഴും മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്ന് നമുക്ക് പാടി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു സാമൂഹിക മാനവികതാ ബോധം നമ്മൾ ഇപ്പോഴും ത്രസിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ,
അതിൻ്റെ കാരണം എന്നുള്ളത് കേരളത്തിൽ സജീവമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും. അപ്പോഴാണ് ചില കോണുകളിൽ നിന്ന് മതമാണ് 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 പ്രശ്നം എന്നുള്ള മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. അതായത് ഭൂരിപക്ഷ സ്വത്ത് ഭരണകൂടത്തെ ന്യൂനപക്ഷ സ്വത്തം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള മൂഢവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത ഒരു തരം പ്രതിലോമകരമായ ഒരു പ്രക്ഷോഭപാതയാണത്. ഭൂരിപക്ഷ സ്വത്വബോധത്തെ അല്ലെ സ്വത്വാഭിമാനത്തെ ന്യൂനപക്ഷ സ്വത്വാഭിമാനം കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. മറിച്ച് ഭൂരിപക്ഷ സ്വത്വബോധത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് അത്തരം ഭരണകൂടത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് പൊരുതുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗമില്ല. നമുക്കറിയാം, ഏറ്റവും പുതിയ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ ഭരണകൂടം, ആ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ 0% തീരുവയാണുള്ളത്. എന്തുകൊണ്ട് ജനങ്ങൾ വെള്ളം കൂട്ടാതെ ഇത് വിഴുങ്ങുന്നു? കാരണം ഭൂരിപക്ഷ സ്വത്താധിഷ്ഠിതമായിട്ടുള്ള ഭരണകൂടമാണ് ഇവിടെ നിലവിലുള്ളത്. ആ ഒരു വൈകാരികതയുടെ മറവിൽ എന്ത് ദാസ്യവൃത്തിയും ഒളിച്ചു കടത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഭൂരിപക്ഷ സ്വത്വബോധത്തെ ന്യൂനപക്ഷ സ്വത്വബോധം ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എത്ര വ്യാജമായിട്ടുള്ള, എത്ര വ്യർത്ഥമായിട്ടുള്ള നടപടിയാണിത്. നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇവർക്ക് മതമാണ് 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 പ്രശ്നമെന്ന് ഒരു പ്രതിരോധത്തിൻ്റെ ഭാഷ പോലെ ഉയർത്താൻ കഴിയുന്നത്? ഒരു ജനാധിപത്യ വ്യവസ്ഥയെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾ അതേപടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ജനാധിപത്യ സമൂഹത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയുക? അസാധ്യമായ കാര്യമാണ്. ഇത് കേവലം വൈകാരികതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണത്. വിചാരരഹിതമായ രാഷ്ട്രീയമാണത്. ന്യൂനപക്ഷ സ്വത്വങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടാവാം, ഇന്ത്യയുടെ പല കോണുകളിലും ആക്രമിക്കപ്പെടുന്നുണ്ടാവും. അതിൻ്റെ പ്രതിരോധം എന്നുള്ളത് ന്യൂനപക്ഷ സ്വത്വങ്ങളുടെ ശാക്തീകരണമല്ല, നേരെ മറിച്ച് ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിലേക്ക് ന്യൂനപക്ഷ സ്വത്വ ബോധത്തെ സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു ജനതയെ വികസിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ബദൽ എന്ന് പറഞ്ഞാൽ. അതിന് എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണം. പുരോഗമന ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണം. അത് ഉറപ്പുവരുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ആ ശ്രമങ്ങൾക്ക് പകരം ഇത്തരം ബാലിശമായ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കേണ്ടതാണ്, നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. ഒരു ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞത്, അദ്ദേഹം ഇന്ത്യൻ സാമൂഹിക മൂല്യവ്യവസ്ഥയെ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത പോലും ചുരുങ്ങിപ്പോവുകയാണ്. അദ്ദേഹമാണ് ഒരു പ്രധാന വേദിയിൽ പറയുന്നത് മതമാണ് മതമാണ് പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, എല്ലാ എരിയുന്നവർക്ക് കപ്പ ഒഴുങ്ങി കൊടുക്കൂ എന്ന് പറയുന്നത്. ഇത്തരം ബാലിശമായ പരിഹാസങ്ങൾ, ഇത് പരിഹാസ്യതയാണ്. ഇതങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ്. അല്പം പോലും വിചാരത്തോടുകൂടി സമൂഹത്തെ വീക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധിയെ വീക്ഷിക്കാൻ കഴിയാത്ത, ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള ഇറസ്പോൺസിബിൾ കമൻ്റാണിത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാം. നാം എന്ന് ഉയർത്തി പറയേണ്ടത് മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഭരണകൂടത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക, എല്ലാ മതങ്ങളെയും സമതാബോധത്തോടുകൂടി കാണുകയും എല്ലാ മതസ്ഥരെയും എല്ലാ മതസ്വത്തുകളെയും നമ്മുടെ ജനാധിപത്യ പരിസരത്തേക്ക് ഉൾച്ചേർക്കുകയാണ് വേണ്ടത്. ആ ബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. ഗുഡ് ബൈ.